ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് മലേഷ്യക്ക് പോകാൻ വേണ്ടി കൊച്ചി എയർപോർട്ടിലാട്ട ഗൈസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഓക്കെ ഗൈസ്, സോറി ഗൈസ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് 12 മണിക്കാണ്. ഇപ്പം സമയം 11 മണിയായിട്ടുണ്ട് ഗൈസ്. 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇവിടെ അമ്മയുണ്ട്, അച്ഛൻ അവിടെ ഉണ്ട് ഗൈസ്. ഇതെൻ്റെ ചേച്ചിയാണ് ഗൈസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ വരുന്ന വീഡിയോസൊക്കെ കിടിലനായിരിക്കും ഗൈസ്. കിടിലൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗൈസ്. ബിക്കോസ് നമ്മൾ വേറെ വേറെ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് വെറൈറ്റി വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകണം. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടി എക്സൈറ്റഡ് ആവാം. അപ്പോൾ ടാറ്റ ഗൈസ്, ഞാൻ ബോർഡിങ്ങിൻ്റെ സമയത്ത് കാണാം. നമ്മുടെ ബോർഡിംഗ് സമയം 11:45 ആണ്. 12 മണിക്ക് ഫ്ലൈറ്റ് എടുക്കും. അപ്പം നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബോർഡിങ്ങിന്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. രാവിലെ 1:30 ആവാറായി ഗൈസ്. അപ്പം കിട്ടിയ ഭക്ഷണമാണ്. മലേഷ്യയിലെത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ പൂരങ്ങളുടെ പൂരം. യെസ് ഗൈസ്, അപ്പോൾ ഗൈസ്, നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ബാഗേജ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഫൈനലി നമ്മുടെ ബാഗ്സ് കിട്ടിയിട്ടുണ്ട്. പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ നേരമായി ഗൈസ് വന്നിട്ട്. അപ്പോൾ അത് കാരണം പുറത്ത് വെച്ചു ഗൈസ്. ഇതേ അമരൻ സിനിമ. ഹായ് ഗൈസ്. ഹായ്, ഹലോ. അച്ഛന്റെ വ്ലോഗാണ്. എല്ലാവരും ലൈക്ക് അടിക്കണം. എല്ലാവരും എല്ലാരും മറക്കരുത്. ബെല്ലൈക്കൺ ഞെക്കി അങ്ങ് പൊട്ടിച്ചു കളാ ഗൈസ്, അങ്ങ് തകർത്തോ ഗൈസ്. അപ്പോ യെസ് ഗൈസ്, നമ്മളിപ്പോ ഗ്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, സുഹൃത്തുക്കളെ, ഞങ്ങൾ വീട്ടിലെത്തി, ഞങ്ങൾ ഫ്ലാറ്റിലെത്തി, ഞങ്ങൾ ഹോട്ടലിലെത്തി ഗൈസ്. അപ്പോൾ ഇത് നോക്കൂ, ഒരു പൊളി സെറ്റപ്പാണ് ഗൈസ്. ഇവിടെ റൂമുണ്ട്, ഒരു റൂം ബങ്ക് ബെഡൊക്കെ ഉള്ള ഒരു റൂം വിത്ത് ഫാൻ ആൻഡ് സ്റ്റഫ്. പിന്നെ ഇവിടെ അടുത്ത പൊളി റൂം വിത്ത് അനദർ പൊളി വ്യൂ. ഇത് എന്തായാലും ഇത് നോക്ക്, ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്, നല്ല പൊളി വ്യൂ ഉള്ളൊരു സെറ്റപ്പാണ് ഗൈസ്. അത് നോക്ക്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് മലേഷ്യയിലെ മോണോറെയിലാണ് കയറാൻ പോകുന്നത്. ഈ മോണോറെയിൽ കയറിയിട്ട് നമ്മൾ ഗൈസ്, അതാട്ടോ സംഭവം.
മോണോറെയിലാണ്. മെട്രോ പോലത്തെ തന്നെയാണ്, പക്ഷെ ലൈക്ക് ഷേപ്പിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇത്ര ചെറുതാട്ടോ ഗൈസ് സംഭവം, അത്രയ്ക്ക് ലെങ്ത് ഇല്ല, അപ്പോൾ ചെറുതാണ് സംഭവം. അപ്പോൾ ഇന്ന് മോണോറെയിൽ കയറി നമ്മൾ KLCC ആട്ടോ പോകാൻ പോകുന്നത്. KLCC ഒരു സർപ്രൈസ് ആണ് ഗൈസ്. അവിടെ ചെന്നിട്ട് എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. ബൈ ദ വേ പുറത്ത് നല്ല മഴയാട്ടോ ഗൈസ്, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരേ ക്ലൈമറ്റ് ആണ്. നമുക്ക് നമ്മുടെ മോണോറെയിൽ കയറാം. ദേ വരുന്നുണ്ട് ഗൈസ്. നല്ല പുളി മഴയാട്ടോ ഗൈസ്. മൊത്തം സീനാട്ടോ ഗൈസ്. ഹലോ, അതെ, ഞങ്ങൾ KLCCക്ക് പോകാൻ വേണ്ടിയിട്ട് മോണോറെയിൽ കയറി. അതായത് ക്യൂൽ റെസിഡൻസിയിൽ നിന്ന് ഞങ്ങൾ മോണോറെയിൽ കയറി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ മോണോറെയിൽ KLCCയിലോട്ട് പോവില്ല. അപ്പൊ ഞങ്ങൾ ബുക്കിംഗ് നാനാസ് എന്ന് പറയുന്ന ഇപ്പൊ എന്റെ പുറയിൽ കാണുന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ ബുക്കിംഗ് നാനാസിൽ ഇറങ്ങിയിട്ട് ഇനി അടുത്ത ഒരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈനിൽ കയറിയാലേ നമുക്ക് അടുത്ത KLCCയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി റെയിൻ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഗ്രാബ് പൊടിച്ചിട്ട് ഇവിടുന്ന് ഒരു 950 മീറ്ററേ ഉള്ളൂ ദൂരം. പക്ഷെ ഒന്നുകിൽ മെട്രോയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഗ്രാബ് പിടിക്കണം. ഇത് രണ്ടും ഇപ്പൊ കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഗൈസ് ഇവിടുത്തെ പ്രശ്നം ഗൈസ്. അപ്പോ നോക്കാം ഗൈസ്, നമ്മളിന്ന് കുറെ പ്ലാനൊക്കെ ചെയ്തിട്ടാ വന്നത്. അതൊന്നും നടന്നില്ലെങ്കിൽ പുളി സ്ഥലമാട്ട ഗൈസ്. മഴ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത മോണോറെയിലിന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടിക്കറ്റ് എടുത്തു. യെസ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ മോണോറെയിൽ സ്റ്റേഷൻ. അപ്പൊ ഇവിടെ ഒരു ഉള്ളിടാം. യെസ്, അപ്പൊ ഗൈസ് അതീവ്രമായ മഴ കാരണം എന്റെ സോക്സും പാൻറ്റൊക്കെ നനഞ്ഞു ഗൈസ്, മുടിയും നനഞ്ഞു. അപ്പൊ നമുക്ക് പെട്രോണാസ് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ വി വിൽ ട്രൈ ഗൈസ്, വി വിൽ ട്രൈ ടു ഡു ദാറ്റ്. അപ്പോ കൂട്ടുകാരെ, ഒരുപാട് കഷ്ടപ്പാടുകൾ ഒക്കെ കടന്ന് നമ്മൾ ഫൈനലി KLCCയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് KLCCയിലെ മോണോറെയിൽ സ്റ്റേഷൻ. അപ്പൊ ഗൈസ് ഇത് മലേഷ്യ കുവാലലംപൂരിലെ ഒരു ഫേമസ് മോളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നമ്മൾ കറന്റ്ലി പെട്രോണാസ് ട്വിൻ ടവറിലാണ് ഗൈസ് നിൽക്കുന്നത്. മഴ കാരണം ഒരു രക്ഷയില്ല ഗൈസ്. കൂട്ടുകാരെ, നമ്മൾ ചിത്രത്തിലും കഥകളിലും മാത്രം കണ്ടിട്ടും കേട്ടിട്ടുമുള്ള പെട്രോണസ് ടവർ, പെട്രോണസ് ടവറിന്റെ ട്വിൻ ടവറിന്റെ മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. സത്യം പറയാതെ ഗൈസ്, ഒരു സ്വപ്നത്തിൽ നിൽക്കുന്ന പോലെയാണ് ഇപ്പൊ ഫീല്. സെക്കൻഡ് ഗൈസ് അങ്ങറ്റത്ത് ഒഴുത്ത് കാണിച്ചു തരാം.